സഹിച്ചു കിടക്കുന്ന ടൈമില് അവൻ എന്നെ അന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഹോസ്പിറ്റലായി പോയി. എനിക്ക് ഒട്ടും പറ്റാണ്ടായി പോയി. ഗേ ആയിക്കോട്ടെ, ലെസ്ബിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ഇറ്റ്സ് അപ് ടു ദം. അവർക്കുള്ളതാ. ഇപ്പം പക്ഷെ ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ജനിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന പല ആൾക്കാരും ചെയ്യുന്ന കുറെ തൊഴിലുണ്ട്. ആണിന്റെ പെണ്ണിനെ കെട്ടണം ആ ഒരു മൈൻഡിൽ പണ്ടോട്ട് പോയിക്കൊണ്ടത്. പണ്ടോട്ട് ഈ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. രണ്ട് പൊറോട്ട ബീഫ് പൊന്നു മോനെ നഷ്ടമാട്ടോ. എനിക്കായിരിക്കും നോർമലി എല്ലാ ഇവരെ നോക്കി എന്തെങ്കിലും മാറ്റണം. അടുത്ത സിറ്റിങ്ങിന് നീ മാറണമെന്നില്ലെങ്കിൽ ഗൈസ് ഇവിടെ നമ്മള് സൊറബറ എന്ന് പറയുന്ന പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൊറബറ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് സൊറബറ എന്ന് എന്തെങ്കിലും പറയും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വാലിഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കാണും. അതെ, കണ്ടിരിക്കുക, ആസ്വദിക്കുക. ആ ഒരു സ്കീമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ ഒന്നുകൂടെ ഇവനെ അറിയായിരിക്കും. ഇവരിപ്പോൾ 2-3 നടത്തിനകത്ത് കയറി വന്നിട്ടുണ്ട്. നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തി. So guys, എൻ്റെ പേര് Via Rosie. And this is my sister Dia Ann. ചുച്ചു. ഞങ്ങൾ അങ്ങനെ ദിയ എന്ന് വിളിക്കാറില്ല, ചുച്ചു എന്ന് വിളിക്കാറുള്ളൂ. അതെ, ഇത് ഇപ്പൊ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പൊ പിടിച്ചിരുന്ന യാദൃശ്ചികമായി ഇതിലൂടെ പോയപ്പോൾ അതെ നിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ ബിഗ് ബോസ്? ഞാൻ ആക്ച്വലി ബിഗ് ബോസ് കാണണം, അതിനെ കുറിച്ച് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന, പക്ഷെ നടന്നില്ല. ഫസ്റ്റ് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് മാത്രമേ കണ്ടു. പിന്നെ ഷോർട്സ് റീൽസിലും വരുമ്പോ കാണും. അനീഷിന്റെ കളി കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു. ഷോർട്സ് ഒക്കെ കണ്ടിട്ട് കോമണർ ഉണ്ടോ? ഞാൻ കാണാറില്ല. അനീഷ് എന്ന് പറഞ്ഞ ആളുണ്ട്, അതായത് ആളുടെ കളി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കണ്ടു വരും. ഞാൻ ചോദിക്കട്ടെ, സീസൺ 1 കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ്? ഏതൊക്കെയോ എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു സീസൺ ആണോ അതോ ഇപ്പോഴത്തെ സീസൺ ബെറ്റർ ആയിട്ട് തോന്നുന്നു? ഫസ്റ്റ് സീസൺ ഉള്ള കാര്യം അവരുടെ സീസൺ അവരുടെ അത് ഞാൻ പിന്നെ കുറെയൊക്കെ കാണുമായിരുന്നു. ഒറ്റ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം വ്യൂവേഴ്സ് വളരെ കുറവാന്ന് തോന്നി ഇപ്രാവശ്യത്തെ സീസൺ. ഇപ്പം കഴിഞ്ഞ സീസൺ വരെ പിന്നെയും ഉണ്ടായിരുന്നു. ഈ ബിഗ് ബോസിലോട്ട് ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അത് പേളിമാരുടെ ഒക്കെ റിലേഷൻഷിപ്പിലാണ്. പിന്നെ എല്ലാത്തിനകത്തോട്ടും ലവ് ട്രാക്ക്. പക്ഷെ ഈ സീസണിൽ ലവ് ട്രാക്ക് ഇല്ല, പകരം കുറച്ചും കൂടെ സൊസൈറ്റിയിലുള്ള റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ്. എല്ലാ ബിഗ് ബോസിലും മറ്റേ ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആയിട്ട് LGBTQ പരിപാടി എല്ലാം ഇപ്പൊ കൊണ്ടുവരുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പോവാം. കൊറേ ടോപ്പിക്സ് മീൻസ് എന്തുവാ, പല ഒപ്പീനിയൻസ് ഈ ഒരു ഇതിനെ പറ്റി. എനിക്ക് കുറച്ച് പ്രത്യേകിച്ച് അങ്ങനെ എതിര് മീൻസ് LGBTQ അങ്ങനെയല്ല. ഇപ്പൊ ഒരാളുണ്ടാകുമ്പം അയാളിലുണ്ടാകുന്ന ഒരു ഹോർമോൺ ചേഞ്ചസ് ആണല്ലോ ഇതിനെല്ലാം കാരണം. അത് അവരൊന്നും ചെയ്തിട്ടുണ്ടാകുന്നല്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഗേ ആയിക്കോട്ടെ, ലെസ്ബിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ആണ് പെണ്ണാകുന്നു, പെണ്ണാണാകുന്നു, ഇറ്റ്സ് അപ് ടു ദം. അവർക്കുള്ളതാ. ഇപ്പം ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണുങ്ങളുടെ ഒരു ഹോർമോൺ അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡായിട്ട് ജീവിച്ച്, അതായത് ആണാണെന്ന് വെച്ചാൽ ആണാണ്, പെണ്ണല്ലെന്ന് വെച്ചാൽ പെണ്ണല്ല, അങ്ങനെ ജീവിക്കുന്നത് എത്രയോ ഭേദാ ട്രാൻസ്ജെൻഡർ ആയിട്ട് അവരവരുടെ ഒറിജിനൽ ഐഡന്റിറ്റിയിലേക്ക് വരിക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഉണ്ടാവും. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും, നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും. നമുക്ക് അതിൽ ജീവിക്കാനല്ല താല്പര്യം. ഞാൻ പെണ്ണാ, പക്ഷെ എനിക്ക് ഉള്ളു കൊണ്ടുവരാൻ ആണാവാനാണ് ഇഷ്ടമെങ്കിൽ, പെണ്ണായിട്ട് ജനിക്കുന്നു, ആണ് മനസ്സിലിരിക്കുന്നു, അതിലൊരു ഇതുണ്ടാവില്ല. സോ ബെറ്റർ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത്. ഇത് പണ്ട് തൊട്ട് ആണിന്റെ പെണ്ണിനെ കെട്ടണം ആ ഒരു മൈൻഡിൽ പണ്ടോട്ട് പോയിക്കൊണ്ടത്. പണ്ടോട്ട് ഈ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് അതിന് മുമ്പ് അഭിപ്രായമുണ്ട്.
പിന്നെ മോനെ. 2 പൊറോട്ട ബീഫ് ഫ്രൈഡ് ഇതിനെ പറ്റി എന്താണ് ഇതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഇതാണ്. വെച്ചാ വെച്ചിട്ട് പൊറോട്ടയുടെ ബീഫ് കറിയാണ് കുറച്ചുകൂടെ ചിക്കനെക്കാട്ടിലും. ഇതിനോട് തിന്നുന്നതിനെ കുറിച്ച് എല്ലാം ചോദിക്കണം പറഞ്ഞു. അങ്ങനെ കോട്ടയത്തെ പുതിയ ഹോട്ടൽസിനെ പറ്റിയുള്ള അഭിപ്രായം സൂപ്പർ ഹോട്ടൽസ് ഉണ്ട്. കുറച്ചും കൂടെ ഫുഡ് ആയിട്ടുള്ള ഫുഡ് കമ്പനീസ്. അല്ല, നിനക്ക് ഇപ്പൊ പറഞ്ഞു തന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? What is opinion about LGBTQ? എന്റെ പനിമന എനിക്കറിയാം. ഇപ്പൊ ഈവൻ ഈ ആദില നൂറ ഒരാണും പെണ്ണും റിലേഷൻഷിപ്പിലുള്ള സമയത്ത് കൊടുക്കുന്ന പ്രയോറിറ്റിയേക്കാൾ എത്രയോ ഹൈ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എടാ ഇത് പണ്ട് തൊട്ട് നടന്നു വന്നോണ്ടിരിക്കുന്ന ഒരു ആണിന് പെണ്ണെ കെട്ടത്തുള്ള ആ ഒരു സംഭവം ഇങ്ങനെ പണ്ട് തൊട്ട് വരുന്നുണ്ട്. ആ ടൈം തൊട്ട് ഇത് പെണ്ണും ആണോ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആരും മൈൻഡ് ചെയ്തിട്ടൊന്നും. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ജനിക്കുന്ന തൊട്ട് ആ ചേട്ടൻ ഈ ചേച്ചിയെ കെട്ടി അല്ലെങ്കിൽ ഇവർ രണ്ടിന്റെ കല്യാണം കഴിഞ്ഞു, നമ്മൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഒട്ടും പറ്റുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അറിയത്തില്ല. ഇത് പണ്ട് തൊട്ട് ഇങ്ങനെ സംഭവം ഇപ്പൊ ഞാനാണ് ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഇവരുടെ ചെയ്യുന്ന തൊഴിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ആദില നൂറ അവരിപ്പോ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവരിപ്പോ മറ്റേ എനിക്ക് തോന്നുന്നു ഇവിടെ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടൊക്കെ അവർ കറക്റ്റായിട്ട് അവരൊരു തൊഴിൽ ചെയ്ത് അവർ ജീവിക്കുന്നു. അവർക്ക് അതിനോടാണ് താല്പര്യം. അതിപ്പോ മാറ്റി പിടിച്ചു നിന്നിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവളെ കൊണ്ടുപോയിട്ടൊരു ആണിനെ കിട്ടുവാണെങ്കിൽ അവരുടെ ദാമ്പത്യം അവിടെ പോയി ഒന്നല്ല 4 ഫാമിലിയാ പോകുന്നു. അപ്പൊ അതിലും ബെറ്റർ ആണ് ഇവർ രണ്ടും കല്യാണം കഴിക്കുന്നത്. ഇതിപ്പോ ഓക്കെ ആയിട്ടുള്ള ഒരു റിലേഷനാണ്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ജനിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന പല ആൾക്കാരും ചെയ്യുന്ന കുറെ തൊഴിലുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവർക്ക് മാക്സിമം സംഭരണം കൊടുക്കുന്നുണ്ട്, സർക്കാരിന്റെ സൈഡിൽ നിന്ന് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരെ കണ്ടുവരുന്ന സൊസൈറ്റി കണ്ടുവരുന്നു. ഇപ്പോഴും കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട്, യങ് ജനറേഷനിലുള്ളവരും ഉണ്ട്. ആരാണെങ്കിലും ഇവർക്ക് കണ്ടുവരുമ്പോൾ ഒരു എന്താ പറയാ ഒരു ഐത്തം കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അതെന്തായാലും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് തന്നെ ചേഞ്ച് ചെയ്യും. കാരണം ഫോർ എക്സാമ്പിൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സീമ വിനീത് എന്തോരം പേര് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല ലൈഫ് സ്റ്റൈൽ. അതെ, രഞ്ജിമാർ ഇവരുടെയൊക്കെ മറ്റേ നാദിറ ഒരു വീട് തന്നെ വെച്ചു. നമുക്ക് റെസ്പെക്ട് തോന്നും. ഒരാണ് അവരവരുടെ ദൈവം കൊടുത്ത ആ ഒരു ഐഡന്റിറ്റി നിന്നിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റാത്ത പലതും അവരവരുടെ ഓൺ ഐഡന്റിറ്റിയിലേക്ക് വന്ന ആ ഒരു കോൺഫിഡൻസിന്റെ ഇതില് അവര് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നിൽ വന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് പെണ്ണായിട്ട് പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആയി വരുന്നവരും ഉണ്ട്. ഇവിടെ അതിന് ഉദാഹരണം നോർത്തിലോട്ടൊക്കെ പോകുമ്പോ ട്രെയിനില് ബാംഗ്ലൂരിലോട്ട് പോകുമ്പോ നമുക്ക് ഉറങ്ങിക്കിടക്കേണ്ട അവസ്ഥയാ. ഉറങ്ങിക്കിടക്കുന്നവരുടെ മുഖത്ത് വരെ ഓരോന്ന് പോയി ചെയ്യുന്ന സാധനങ്ങള്. ഈയിടെ ഏതൊരു മലയാളി, എത്ര പേര് കണ്ടെന്ന് നിൽക്കത്തില്ല, ഒരു മലയാളി ട്രെയിനിനകത്ത് പോയിട്ട് അവനത് ഫുള്ള് ക്യാപ്ചർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ മേളിൽ ഇങ്ങനെ തൊട്ടില്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടായിരുന്നു. ഒരു കണ്ണൂരുകാരനോ കോഴിക്കോടുകാരനോ സ്ലാങ് എന്തോ അവനെന്തോ നോർത്തിലോട്ട് ട്രാവൽ ചെയ്തപ്പോ അവനിങ്ങനെ മേളിൽ തൊട്ടിൽ പോലെ ഇട്ടിട്ട് കിടക്കുക. അതിനകത്ത് അവര് വന്നിട്ട് ഓരോന്ന് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഈവൻ അത് നോർത്തിലുള്ള ആൾക്കാരെ മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടെ സൗത്തിലുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ ഒരു മറ്റേ ഒരാളെ നൈറ്റ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മെയിൻലി ഇത് പറയണം. അതാണ് സൗത്ത് ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഇവർ പുറകെ ഓടി വരുമെന്ന് ഒന്നും പറഞ്ഞിട്ടുള്ള പിന്നെ ഓടി മറ്റേ സാരിയൊക്കെ പൊക്കി പിടിച്ച് ഈ മറ്റേ ഇതിന്റെ പുറകെ ഓടി. ഇവരൊക്കെ മറ്റേ ഇവര് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇവര് മറ്റേ ട്രിപ്പിൾ അടിച്ചിട്ട് വന്നേ, ഇവര് ട്രിപ്പിൾ അടിച്ചിട്ട് വന്നേ. എന്നിട്ട് ഒരുത്തരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. തിരിച്ചു വന്നിട്ട് ഇവനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോ ഇവരുടെ പുറകെ ഓടി ഒരു സാരിയൊക്കെ പൊക്കി പിടിച്ചിട്ട് ഓടി വന്നത് വന്നു. ഓടി വന്നിട്ട് ഇവൻ പേടിച്ചിട്ട് പോയിട്ട് ഒരുത്ത ബൈക്കിൽ ഇരിക്കും. ഇവൻ ബൈക്ക് എടുത്തിട്ട് പോയി മറ്റൊരു ഓടുക ബൈക്കിന്റെ പുറകെ. ഞാൻ ബാംഗ്ലൂരിൽ പോയ സമയത്ത് ട്രെയിനിൽ ഒരു പുള്ളിക്കാരൻ മീൻസ് സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ആള് സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പം ഒരു ചേട്ടൻ ചോദിച്ചു, ഇത്ര ഇംഗ്ലീഷ് ഉണ്ട്, അപ്പം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ എന്ത് ചെയ്യുന്നു? അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞൊരു പോയിന്റ്, പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പുള്ളിക്കാരൻ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലപോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഐഡന്റിറ്റി ഇതായത് എനിക്ക് ജോലി തരുന്നില്ല. ഒരു നല്ല കമ്പനി ഒന്നും എനിക്ക് ജോലി തരുന്നില്ല. എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ജോലിയില്ല. എന്തുകൊണ്ട്? ഈ ഒരു ഐഡന്റിറ്റി കാരണം. അത് കാരണം ഈ തൊഴിലിലേക്ക് വന്ന് പെട്ടുപോകുന്നവരും ഉണ്ട്. ഇല്ല, അത് ഞാൻ എന്നുവെച്ചാൽ ഓക്കെ ഒരുവിധം ഓക്കെ.
പക്ഷെ ഞാൻ മൊത്തത്തിൽ അത് അംഗീകരിക്കില്ല. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് കൊച്ചിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം. കൊച്ചി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ലൈഫ് സ്റ്റൈല് പാടാണ്, എക്സ്പെൻസ് ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലെങ്കിലും അവർക്ക് ആരെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഒരു തുണിക്കടയിലായിക്കോട്ടെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ തപ്പണം. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്തോരം വയ്യാത്തവരൊരു ലോട്ടറി വരെ വിറ്റ് ജീവിക്കുന്നവരുണ്ട്. ഈ മറ്റേ തൊഴിലിനെക്കാട്ടി എന്തോരം ബെറ്ററാണത്. എന്ന് വെച്ചാൽ ഇപ്പോൾ വഴി സൈഡിൽ ലോട്ടറി വിൽക്കുന്ന ഒരാളാണ് നമുക്ക്. ആ ആൾക്ക് നാളെ അതൊരു വണ്ടിയിലോട്ടാക്കാം, അത് കഴിഞ്ഞിട്ട് അതൊരു കടയിലോട്ടാക്കാം. ഇവർക്ക് എന്ത് ബിസിനസ് വേണമെങ്കിലും ഇവരായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഓക്കെ, ഇവർക്കായിട്ട് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഇവർക്കൊക്കെ ഇതിൻ്റെതായിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞില്ല, ഇവർക്കായിട്ടൊരു സംഭവം തുടങ്ങിക്കോളി. എന്ന് വെച്ചാൽ ഇവർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ട്. അതേ ഞാൻ പറയുള്ളൂ. ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും, ഇപ്പം കൊച്ചിയിൽ വരുന്ന ടൈമിൽ തന്നെ കൊച്ചിയിൽ ഇവരുടെ അല്ല, ട്രാൻസ്ജെൻഡേഴ്സും ആ ഒരു കമ്മ്യൂണിറ്റി ഒന്നുമില്ല. കൊച്ചിയിലൊക്കെ ഈ മെട്രോ പാലസിൻ്റെ താഴെ ആ ഒരു മണ്ണ് മറ്റേ ചെടിയൊക്കെ നട്ടിട്ടുണ്ടല്ലോ, അവിടെ കിടക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്, ഇഷ്ടം പോലെ പേര്. ഞാൻ ഓർക്കുന്നുണ്ട് എന്തിനും ഇവർ ഇവിടെ കിടക്കണം. ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ ഒരു പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന 15,000 രൂപ ഇത് കിട്ടുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഇവന് കിട്ടിക്കൂടെ? ഇവന് കിട്ടിയ ഇവനൊരു 3,000-3,500 രൂപ കൊടുത്തിട്ട് ഒരു വീട്ടിൽ റെന്റിന് താമസിച്ചൂടെ? എന്തിന് ഈ വഴിയിൽ വന്ന് കിടക്കണം? ഫുഡ് കഴിച്ചൂടെ ഇവന് നല്ലത്? ഒരാൾ പോയാൽ 15,000 രൂപ കിട്ടും. ഇവർ ഫാമിലി ആയിട്ട് വന്നിട്ട് ഈ വഴിയിലായിരിക്കും കിടക്കുന്നത്. എത്ര പേർക്ക് ജോലിക്കോ? എല്ലാം അപ് ടു മൈൻഡ് സെറ്റ് ആണ്. ഇവരിപ്പോഴും മറ്റേ പിച്ചെടുത്ത് ജീവിക്കുക, മറ്റേ പാവപ്പെട്ട അത് അവരാ ഒരു സിസ്റ്റം പോലെ പണ്ട് തൊട്ട് ഇതാണ്. ഇതാകുമ്പോ ചുമ്മാ സിമ്പത്തിയുടെ പേരിൽ കുറച്ച് പൈസ കിട്ടും. ഈ കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്നവരാ, എന്നാ പിന്നെ നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഇതാണ്. ട്രൈ ചെയ്യുന്നില്ല. ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ ആയിരിക്കും ഇവരുടെ മൈൻഡിൽ കിടക്കുന്നത്. പക്ഷെ ഇവർക്കത് ഇവര് കൊച്ചിലോട്ട് കണ്ടിട്ടുള്ള അങ്ങനെ ആയിരിക്കാം ഇവരുടെ മൈൻഡിൽ കിടക്കുന്ന ഇങ്ങനെയാന്ന് പറഞ്ഞു. ഇവരെന്തോരം കാര്യത്തില് പൊറോട്ടയും ബീഫും പൊന്നു മോനെ നഷ്ടമാട്ടോ, കുറച്ച് കൂർക്കമ്പലി കേൾക്കാം. ഞാനിപ്പോ തുടങ്ങിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഇവര് നീ ഇപ്പൊ പറഞ്ഞു ഡോക്ടറിന് പോയി ഡോക്ടർ, അല്ലെങ്കിൽ വക്കീലിന് പോയി വക്കീല്, ഇവർക്കൊക്കെ ഒരു സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ അതിന്റെ ബാക്ക് ടു ബാക്ക് പോകുന്നത്. ഇവർക്ക് എന്ത് വില കിട്ടിയിട്ടാണ് ഇവര് ഈ ഒരു തൊഴിലിന്റെ ബാക്ക് ടു ബാക്ക്? അതാ പറഞ്ഞേ, ഇവരുടെ ചെറുപ്പം തൊട്ട് ഇവരുടെ ഫാമിലി ഒക്കെ ഒരു കാര്യം പറയട്ടെ, ഇവരുടെ അപ്പനെ അമ്മയെങ്കിലും അവരൊന്നും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കയറി പോകാനേ. ഇത് ട്രോമയാണ് പിന്നെ ഉണ്ടാകുന്നത്. ഈ ട്രോമ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിലോട്ട് പോകും. പറയാൻ പറ്റത്തില്ല, അതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ട്. എടാ എന്നും പറഞ്ഞ ഇത്രയും പേര് ഒന്നിച്ചാ ഫണ്ണല്ലടാ, ഫണ്ടായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഫണ്ടല്ലേ, നല്ലതാ. എടാ ഇപ്പൊ അവര് നോക്കുമ്പോ തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു വഴി കാണുകയല്ല. വഴിയുണ്ട്, ഉണ്ട്, പക്ഷെ അവർക്ക് അത് അറിയത്തില്ല. എന്തറിയത്തില്ല, മനുഷ്യരല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു LGBTQ എന്നുള്ളൊരു സൊസൈറ്റി വന്ന ടൈമിനെക്കാളും ഒരുപാട് മാറി. ഇപ്പൊ വന്ന ടൈമിൽ ചുമ്മാ എല്ലാരും ഇത് തന്നെ സാരി എടുത്ത് ചുമ്മാ റോട്ടിൽ കൂടെ ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഓരോരോ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഇപ്പം കുറെ ആൾക്കാർ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 years കഴിയുമ്പോൾ ഇതിവിടെ ആൾക്കാർ നമ്മൾ ഈ ഡ്രോബാക്സ് പറഞ്ഞ ആൾക്കാരും അവർ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് അവരല്ലെങ്കിൽ പോട്ടെ, ഇനി വരുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരും നോർമലൈസ്ഡ് ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഇവർക്ക് ഇവരുടെ സംഘടനയെ കുറിച്ചും പരിപാടിയെ കുറിച്ചും എല്ലാം അറിയാമല്ലോ. ഇത്രയും അറിഞ്ഞിട്ടും എബ്രോഡൊക്കെ എന്നാ നടക്കുന്നത്? ഇവർ ഇതേപോലെയാണ് നടക്കുന്നത് അല്ല. ഇനി ഇത്രയും ഇവർക്ക് ഇവരുടെ സംഘടനയെ കുറിച്ചൊക്കെ കുറെ പഠിച്ചിട്ടും അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയാ അവസ്ഥകളെ കുറിച്ചൊക്കെ ഇവർക്ക് പ്രസംഗിക്കാൻ അറിയാം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് നല്ലൊരു തൊഴിൽ നോക്കാൻ അറിഞ്ഞൂടാ? ഇല്ലെങ്കിൽ എല്ലാരും കൂടെ ചെയ്തൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്താലും മതി. അതെ, ഓൺ സ്റ്റാർട്ടപ്പ്. അതെ, ഒരു കമ്മ്യൂണിറ്റി പോലെ തന്നെ ഉണ്ടല്ലോ, ഉണ്ടാക്കുന്നവരുള്ളൂ. എനിക്ക് മര്യാദയ്ക്ക് പോകുന്നവരെ അറിയാം, ഇങ്ങനെ പോണ ടീംസിനെ ഇഷ്ടം പോലെ അറിയാം. ആ ഒരു കാറ്റഗറിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ആദിലാനൂറ പോലത്തെ ആൾക്കാരോ അതേപോലെ തന്നെ ഫേമസ് ആയിട്ടിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റോ അവരൊക്കെ അവരുടെ വാല്യൂ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത, അല്ലാണ്ട് അവർ ഇവരെ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ ഇവരെ പോലെ തന്നെ ജനിച്ചവരാ. അത് ഓരോരുത്തർക്കും ബിൽഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എനിക്കും ഈ LGBTQ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും അല്ല, അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളും അല്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ ഇപ്പം ഗേ കപ്പിൾസ് ആയിക്കോട്ടെ ലെസ്ബിയൻസ് ആയിക്കോട്ടെ, ഇപ്പം ഈ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ ഉള്ളത്
ഒരു ആളുടെ ബോഡിയോട് തോന്നേണ്ടതല്ല. നാളെ മേ ബി ഞാൻ അങ്ങനെ ആവാം, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ എനിക്കുണ്ടെന്ന് മക്കൾ അങ്ങനെ ആവാം. എനിക്ക് ഈ ഒരു റിയാക്ഷൻ ആയിരിക്കും നോർമലി എല്ലാ വീട്ടിലും. ഫസ്റ്റ് നമ്മൾ പറയുമ്പോ ഇതായിരിക്കും റിയാക്ഷൻ. ഇപ്പം ഇത് പറയുമ്പോ ഒരുപാട് നെഗറ്റീവ്സ് വരാം. ബട്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇവിടെ ചിന്തിക്കാനുള്ളതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പൊ ആരുടെ കൂടെ ജീവിക്കുന്നു ആ ആളുടെ കൂടെ നമ്മൾ ഓക്കെ ആയിരിക്കണം. അത് മേ ബി ഇപ്പൊ നമ്മൾ ഈ ആദില നൂറയുടെ സ്നേഹം നമ്മൾ 24/7 കാണുന്നവരുണ്ട്, അല്ലാതെ കാണുന്നവരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടും കെയറും അത് ഭയങ്കരമാണ്. മേ ബി ആ പെണ്ണ് അവർ രണ്ടുപേരും വേറൊരു ആണുങ്ങളെ കെട്ടിപ്പോയിരുന്നെങ്കിൽ ഇത് കാണത്തില്ലായിരുന്നു. പിന്നെ പറയുന്നു 2 കുടുംബങ്ങളെ നശിപ്പിച്ചില്ലേ. എത്രയോ പെണ്ണുങ്ങള് വലിയ സ്ത്രീധനം കൊടുത്ത് കെട്ടിപ്പോയിട്ട് എത്ര പേര്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂട്ടിയുടെ കാതൽ സിനിമ. എത്രയോ പേര് മമ്മൂട്ടി അവരുടെ ഫാമിലി ലൈഫ് ഫുള്ള് പോകുന്നുണ്ട്. ഇതിപ്പം ഈ 2 പെണ്ണുങ്ങള് വേറെ 2 ഫാമിലിയിലേക്ക് പോയിരുന്നെങ്കിൽ തകരുന്നത് 2 കുടുംബമല്ല, മൊത്തം 4 കുടുംബം, 4 ഫാമിലിയാ അല്ലെ. അപ്പൊ ഈ ആണിനെ പ്രേമിക്കുന്നതോ പെണ്ണ് പ്രേമിക്കുന്നതോ, ലവ് ഈസ് അപ് ടു സോൾ. അതൊരിക്കലും ബോഡി ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴേ ഈ പ്രശ്നമല്ല. നമ്മള് എനിക്ക് തോന്നുന്നു മലയാളീസ് മെയിൻ ആയിട്ട് ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ആണിന് പെണ്ണിനാണ്. ശരിയാണ്, പറഞ്ഞു വരുമ്പം ആദത്തിന് വേണ്ടി ഹവ്വയെ സൃഷ്ടിച്ചു, ഹവയ്ക്ക് വേണ്ടി ആദത്തെ സൃഷ്ടിച്ചു. ഈ പറയുന്ന ദൈവം തന്നെയല്ലേ ഇത് സൃഷ്ടിച്ചത്. ഐതിഹ്യത്തിലുണ്ട് ഇത്, ഐതിഹ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവർ ജീവിക്കട്ടെ. അത് പറഞ്ഞേ, സ്നേഹിക്കുന്നവർ ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. അതിപ്പോ ആണിനെ പെണ്ണ് ജീവിക്കുമ്പോ വൃത്തിക്ക് ജീവിക്കുക. നമ്മള് ആ ജീവിതം നമുക്ക് റിഗ്രറ്റ്ഫുൾ ആവാതിരിക്കാന്നുള്ളത്. സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ അത് മതി. വേണമല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു 100 പവനും 1 കോടി രൂപയും കൊടുത്ത് കെട്ടിച്ച് വിടുന്ന പെമ്പിളാർ പാമ്പ് പഠിപ്പിച്ചു മണ്ണെണ്ണ ഒഴിച്ചു. എന്തിനാ ഇവര് അതിനേക്കാളും സന്തോഷമായിട്ട് അവര് ജീവിക്കുന്നുണ്ടല്ലോ, അതിൽ ഏറ്റവും നല്ല. ഇപ്പൊ ശരിയാ, ഇത് പഴയ കാലത്തുള്ള ആൾക്കാരാണ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അതുകൊണ്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവര് ഇപ്പം ആ ഒരു വീട്ടുകാരില്ല ആ ഒരു ഇതില്. പക്ഷെ എന്നാ പോലും അവർ രണ്ടുപേരും ഹാപ്പിയാ. ഞാൻ പറയട്ടെ, നമ്മള് എല്ലാ ഒരു പോയിന്റ് എത്തുമ്പോ എല്ലാം നമ്മൾ നമുക്ക് വേണ്ടിയില്ല ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയും ഫാമിലിയെ നോക്കണം, ശരി, ഇതെല്ലാം ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും ഇതെല്ലാം ഒരു ഫാക്ടറാണ്. പക്ഷെ അറ്റ് വൺ പോയിന്റ് നമ്മളെല്ലാം നമ്മുടെ ലൈഫ് സെൽഫിഷാണ്. നമുക്ക് നമ്മുടെ സ്നേഹം, നമ്മുടെ ഇഷ്ടം, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന നമുക്ക് വലുത്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വലുത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നമ്മളൊരാളെ കെട്ടിപ്പോയിട്ട് നാളെ അവിടെ നമ്മൾ ദുരിതം വെച്ചാൽ ഇതേ വീട്ടുകാരെന്നെ പറയും മോളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ മോനെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, നമുക്ക് നാണക്കേടാ. എന്തിന്? ഇപ്പൊ അവര് എതിർത്താലും നാളെ ഇവര് കുറച്ചും കൂടെ വൃത്തിക്ക് ജീവിക്കുന്ന കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും പിള്ളേരുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു. എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും സ്റ്റിൽ ഇപ്പം ഈ ആദിലാനൂറയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഫാമിലീസ് ഇപ്പോഴും ഓൺ ഇഷ്യൂ തന്നെയല്ലേ. എനിക്ക് തോന്നി അങ്ങനെ കേട്ടെന്ന് തോന്നുന്നു. ഫാമിലീസിന്റെ ഇഷ്യൂല് ഫാമിലീസ് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത്. ഇല്ല ഫാമിലീസ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഈ ഷോയിങ്ങിൽ കഴിയുമ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായി. എനിക്ക് ഒരു ഇതുണ്ട്, ഇത് കാണുമ്പോഴെങ്കിലും അവർക്ക് ഇവരിപ്പം ഇവരുടെ കോൺട്രോവേഴ്സീസിനെ പറ്റി ആയിരിക്കും ചില ഫാമിലീസ് മൊത്തം കേട്ടിട്ടുണ്ടാവുക. ഇപ്പൊ അവർ 24/7 പിള്ളേരെ കണ്ടോണ്ടിരിക്കുക. അവരവിടെ ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരവിടെ കൊടുക്കുന്ന സപ്പോർട്ട് ആയിക്കോട്ടെ, അതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലായി. ചിലപ്പോ ഈ പിള്ളേർ ഒരു ആൺപിള്ളേരെ കിട്ടിയാൽ പോലും ഇത്ര കെയറോ സ്നേഹം കിട്ടിയെന്ന് വരത്തില്ല. ഈവൻ അതിനകത്തെന്തോ ലക്ഷ്മി എന്ന് പറയുന്ന ആളെന്തോ എന്തോ ഇഷ്യൂ ഉണ്ടാക്കിയായിരുന്നു. ആ ടൈമില് മോഹൻലാൽ വരെ പറഞ്ഞു, ഞാൻ ഇവരെ അവരുടെ ജോലിയോ ഒന്നും വെച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ വീട്ടിൽ വരെ കേട്ടുവെന്നാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത്. അവരുടെ ജോലിയോ അവർക്ക് അവർ നല്ല തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. മനുഷ്യരെ കണ്ടപ്പോ അതിനകത്ത് ഈ കാസ്റ്റ്, റിലീജിയൻ, സെക്ഷുവാലിറ്റി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മനുഷ്യരായിട്ട് കാണുക. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിൽ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അവര് വൃത്തികേടായിട്ടൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് അവർ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇത്രോ ഈ 2 ജെൻഡർ സ്ക്വാഡ് അതൊക്കെ ഇപ്പം 2 ജെൻഡർ സ്ക്വാഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അത് അവരുടെ ഇഷ്ടം. എഗെയിൻസ്റ്റ് ചെയ്യുന്നവരോട് ഇവർക്ക് ദേഷ്യം പോവാം. എല്ലാവർക്കും ഓരോ റൈറ്റ്സ് ഉണ്ട്, ഓരോ ഒപ്പീനിയൻ പറയാനുള്ള. ഇപ്പം ഇതിപ്പോ എന്റെ ഒപ്പീനിയനാ, ഇത് വേണേ പുറത്തിറങ്ങി കഴിയുമ്പോൾ കുറെ നെഗറ്റീവ്സ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ പോലും ഇത് പറയുമ്പോൾ അടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കാര്യം ഈ പറയുന്നവർക്ക് നാളെ ഉണ്ടാകുന്ന മുമ്പേ ചോദിച്ചു പോലെ നാളെ ഉണ്ടാകുന്ന മക്കൾ ഇങ്ങനെ പോയാൽ അവർ വാടകയും. പിന്നെ ഇപ്പൊ നാളെ എനിക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ട്, അത്
ഇത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഹോർമോണൽ ഇഷ്യൂ ആണ്, അതൊരു മെന്റൽ ഇഷ്യൂ അല്ല. എല്ലാവരും ഇതിനെ ഒരു മെന്റൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഒരിക്കലും അത് അവനെന്തുകൊണ്ട് ഇങ്ങനെയായി അങ്ങനെയുള്ള ചിന്താഗതിയാണ്. ഇതൊരു ഹോർമോൺസിന്റെ പ്രശ്നങ്ങളാണ്. അത് മനസ്സിലാക്കി തരാവുന്ന പ്രശ്നമുള്ളൂ എല്ലാവർക്കും. ഇപ്പൊ നാളെ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല. അതെ, ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണോ സേഫ് ആയിരിക്കുക അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക. ഈ പേരൻസിനൊക്കെ ഇപ്പൊ ഇവരുടെ ഒരു കുഞ്ഞിന് ഒരു ഹാൻഡിക്യാപ്പോ എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ ഇവർ ചേർത്ത് പിടിക്കും. അതൊരു അസുഖം അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതേ സിറ്റുവേഷനിൽ ഇവർക്ക് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവരത് മനസ്സിലാക്കുന്നില്ല. ഇതും അവരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് വളർന്നു വരുമ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പോകും. ഇതേ ഒരു ഇഷ്യൂ തന്നെയാണ് ഇപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ പറയുന്ന പോലെ തന്നെയാണ് മതം. മതത്തിന്റെ കേസിലോട്ട് വരുമ്പോഴും സെയിം ഇഷ്യൂ തന്നെയാണ് നടക്കുന്നത്. അത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഈ മതം. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിപ്പോൾ എത്ര പേര് എങ്ങനെ എടുക്കും എന്ന് നീ അറിഞ്ഞൂടാ. ഞാൻ വിശ്വസിക്കുന്നത് ഒരു എയറിലേക്കുള്ള നമ്മളിങ്ങനെ ഇത് പറയാനുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെവിടാട്ടാ വിളിച്ചിരുത്തിയേ? ഉറങ്ങിയോ? മതം അറിയാവോ മോളെ? വാ തുറക്കുവോ? ചുട്ടു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിനക്ക് 2 ഫ്രണ്ട്സ് വന്നു, ഓക്കെ? ഇപ്പൊ വേണ കമന്റ്സ് വരും, കുഞ്ഞു പിള്ളേരിലേക്ക് ഇൻജക്ട് ചെയ്യുന്നു അതിന്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, നിനക്ക് 2 ഫ്രണ്ട്സ്, അവരിങ്ങനെ ഒരു സെക്ഷുവലി മീൻസ് ഗേ കപ്പിൾസോ അല്ലെങ്കിൽ ലെസ്ബിയൻസ് കപ്പിൾസോ ഒക്കെയാണ്. ലെസ്ബിയൻസ് ആണെന്ന് വിചാരിക്കുക. നിനക്കുണ്ട്, നീ അവരോട് മിണ്ടുവോ അതോ മിണ്ടായിരിക്കുമോ? വൈ? കാരണം എന്താ? ഉറക്കെ പറ. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. അവരിഷ്ടപ്പെടുന്നതിന് ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാനോട്ടെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആരോടും ഇഷ്ടമില്ല. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നതാണ്. ടോപ്പിക് അതല്ല, സ്കൂൾ സിസ്റ്റത്തെ പറ്റി എന്തെങ്കിലും മാറ്റണം എന്ന് തോന്നാറുണ്ടോ? ഉച്ചയ്ക്ക് ഉറക്കം വേണം. ഇത് എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് +1 പഠിക്കുന്ന ഉച്ചയ്ക്ക് ഉറക്കം വേണം. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും PT പീരീഡ് തരണം. ഒരു 2 മണിക്കൂറായാലും കുഴപ്പമില്ല. സന്തോഷം. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് വേണ്ട. 2 ദിവസം കുഴപ്പമില്ല. പക്ഷെ ഫ്രീ പീരീഡ് കുറച്ച് ഏറെ തരണം. എന്നും ഇട്ട് പഠിപ്പിക്കാൻ. ഉച്ച വരെ ക്ലാസ്, ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ പീരീഡ്. അങ്ങനെ ഈ ഫ്രീ പീരീഡ് ടൈം മാത്സ് പഠിപ്പിക്കാൻ വരുന്നതിനോട് താങ്കളുടെ അഭിപ്രായം? ഇല്ല, PT മതി. ഇല്ലെങ്കിൽ ചുമ്മാ എടുത്ത് ഉറങ്ങിക്കാളും. PTയും തീറ്റയും മാത്രം മതി എനിക്ക്. നമുക്ക് ശിവൻകുട്ടി സർക്കാരുമായിട്ട് നിങ്ങൾക്കെങ്കിലും അറിയാമല്ലോ. നിങ്ങൾ സ്കൂൾ കഴിഞ്ഞോ? ഇന്ന ദിവസം ഉണ്ടായിരുന്നു. സ്കൂള് കഴിഞ്ഞ പിന്നെ ദിവസം അറിയത്തില്ല. ഞാൻ ഇന്നലെ മറ്റേ ശനിയാഴ്ച ഞാൻ ഇന്നലെ വേറൊരു പയ്യനെ, അത് പാരെന്ന് പറയുന്നില്ല, ഇന്നലെ ഒരു പോഡ്കാസ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പയ്യനിലേക്ക് ചോദിക്കാം, നീ +2 +2 കോഴ്സ് കഴിയാറായോ? എവിടായി? തീരാറായോ? ഇപ്പൊ തീരുവോ? ഒന്നും അറിഞ്ഞൂടാ. സ്കൂള് കഴിഞ്ഞ പിന്നെ ഇത് എന്ന് തീരും, എപ്പ തീരും ഒന്നും അറിഞ്ഞു. കൊറോണ ടൈമിലായിരുന്നു. ദിവസവേദ, മാസവേദ, ആഴ്ചവേദ. ഇപ്പൊ ഇവളീ പറഞ്ഞില്ലേ ഉച്ചക്ക് ഉറക്കം വേണം, ഇന്നോലാണെന്നൊക്കെ. നമുക്കിതൊന്നും ഉണ്ട്. പക്ഷെ എനിക്ക് വരുമ്പോ ഈ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ വേറെ ഐഡിയ ആയിരുന്നു. എനിക്കുണ്ടായിരുന്നു ഇതേപോലത്തെ ഐഡിയ. എനിക്ക് മാസം ചെറുതാകണം. മാസം 15 ദിവസം സാലറി പെട്ടെന്ന് സാലറി കിട്ടും. 15 ദിവസം പണി എടുത്ത സാലറി കിട്ടും. 12 മാസമുള്ള 24 മാസമായ ആർക്കും എത്ര പ്രശ്നം? ഇതേ മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്കും. നമുക്കൊരു എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ മാസം 5-ാം തീയതിയാണ്. അപ്പൊ കറക്റ്റ് 5-ാം തീയതി ആകുമ്പത്തിന് വൈകിട്ട് 4-ാം തീയതി രാത്രി 11:59 നമുക്ക് നോട്ടിഫിക്കേഷൻ വരും സാലറി കയറി എന്ന് പറഞ്ഞു. ഇതിങ്ങോട്ട് കയറുന്നു, അപ്പൊ തന്നെ നാട്ടിലോട്ട് വരുന്ന ഫണ്ട് വരുന്നു, ഇതുപോലെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടുകളെല്ലാം പോയിട്ട് തീരും. പിന്നെ പെട്ടെന്ന് പ്രാർത്ഥനയാണ് 5-ാം തീയതി എന്നാവും. എന്റെ ഫ്രണ്ട്സ് എല്ലാരും മന്ദന്റെ ആകുമ്പോഴത്തേക്ക് ഒരു പരിപാടിക്കും വിളിക്കില്ല. എന്ത് പറയും? മന്ദന്റെ ആകുമ്പോഴത്തേക്ക് പൈസ മൊത്തം തീരും. 30 ദിവസം പൈസ വെച്ചിട്ടാ ഓടുന്നത്. ഈ 15 ദിവസമൊക്കെ എല്ലാ ദിവസവും വരത്തില്ലേ? നമുക്കും സന്തോഷം, അവർക്ക് സന്തോഷം. അവർക്ക് പണി കൊടുത്താൽ പണി കൊടുത്താൽ പോയി. 15 ദിവസം പണിയല്ലേ 15 ദിവസം വരത്തുള്ളൂ. സാലറി കിട്ടിയാൽ പോയി. അതിപ്പം ഓരോ ജോലിക്ക് ഓരോ രീതിയാണല്ലോ. ഈ എന്തുവാ ടൈം ലൈൻ ഒക്കെ ഉള്ള ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ 15 ഡേയ്സേ പിന്നെ കാണത്തുള്ളവർക്ക്. മറ്റേ മന്തിലേക്കുള്ള ബഡ്ജറ്റ് അല്ലെങ്കിൽ മറ്റേ എന്തുവാ ഗോൾ അച്ചീവ് ചെയ്യേണ്ടവർക്ക് 15-ാമത്തെ ദിവസം ആകുമ്പോഴേ പ്രഷർ തുടങ്ങും.
എടാ പക്ഷെ നമുക്ക് ഇത് പറഞ്ഞ കാര്യമില്ല. ഞാൻ എനിക്ക് ശമ്പളം വേണം. ഇപ്പൊ ഉച്ചക്ക് ഉറങ്ങണം പറഞ്ഞില്ല കാര്യമുണ്ട്. സ്കൂളിൽ പോയി ഉച്ചക്ക് ഉറങ്ങണമെന്ന് കാര്യമുണ്ട്. കൂട്ടത്തിലെ തൊഴിലാളികൾ ഇതിനെപ്പറ്റി വെല്ലപ്പെടുത്തില്ല. അതാ ഞാനും പറഞ്ഞത്. എനിക്കാണെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് സാലറി കിട്ടിയത്. അയ്യോ എന്റെ പൊന്നു നമ്മൾ പഠിക്കും വന്നേന്നില്ല സാലറി വാങ്ങിയത്. ജോലിയോട്ട് കയറിട്ടാണ് ഇതിനെപ്പറ്റി ഗാഠമായി ചിന്തിക്കുക. ജോലിക്ക് പോകുമ്പോൾ ഡെയിലി എണ്ണിക്കണം, രാവിലെ പോകണം. പഠിക്കാനൊന്നുമില്ല ശരിയാ, പക്ഷെ രാവിലെ അവിടെ പോകണം, ജോലി ചെയ്യണം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ജോലി സ്ഥലത്തായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമുക്ക് അവിടെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ജോലിയൊക്കെ അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോകുന്നൊക്കെ ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിട്ട് പോകും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ലൈഫിൽ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു സാധനമാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് എന്ത് പറയുന്നത്, എനിക്ക് ഫ്രണ്ട്സിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഫ്രണ്ട്സിനെ ഉണ്ട്, ബസ്സിൽ പോകുമ്പോൾ അങ്ങോട്ട് ഇടിച്ചതുമുണ്ട്. ഈ സംസാരിക്കുന്ന ഒരു ദുശീലമാണോ ശീലമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയതിനകത്ത് കുറെ വള്ളിയും കിട്ടിയിട്ടുണ്ട്, അല്ലാതെ സംസാരിച്ചോണ്ടേ ഇരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് കുറെ ഫ്രണ്ട്ഷിപ്പ് പോയിട്ടുണ്ട്. ഈവൻ ചില ആൾക്കാർക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. എന്തോ ചെയ്തിട്ടാ നമ്മള് കുറച്ചധികം സംസാരിക്കും. ഞാൻ ക്ലാസ്സിൽ പോലും സംസാരിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിപ്പോകും. സംസാരിച്ചു നാട് ബേസ് ചെയ്ത് പറയണോ? ആരെങ്കിലും ഞാൻ ഭയങ്കര സംസാരം. ക്ലാസ്സിലൊക്കെ കമ്പനി ആയാലും എനിക്ക് ക്ലാസ്സിനകത്തുള്ള സംസാരത്തെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്. ക്ലാസ്സിലെ പുറത്തോ? ക്ലാസ്സിലെ പുറത്ത് കമ്പനി നീ എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചു. നല്ല രീതിയിൽ സംസാരിക്കും. ഇല്ല. പക്ഷെ ഞങ്ങളെ വെച്ച് നോക്കുമ്പോ ഞാനാ സംസാരം കൂടുതൽ. ഇവള് കുറച്ചും കൂടെ സൈലന്റ് ടൈപ്പാ മൊത്തത്തിൽ. ഇവള് കമ്പനിയൊക്കെ നല്ല കമ്പനിയാടാ. കമ്പനി ഓണാണ്. അടുത്ത സിറ്റിങ്ങിന് നീ ഇവള് കമ്പനിയായി വരാൻ ടൈം എടുക്കും. ഞാൻ കാണുമ്പോഴേ കമ്പനിയാണ്. ഞാനും ബിയും തമ്മില് മെസ്സേജ് ടൈമില് ഞങ്ങളായുമ്പോൾ ചേട്ടാ എന്താ റിയാക്ട് ചെയ്യാവോ എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് പറഞ്ഞു നോക്കാം. മോളെ ചേട്ടന്റെ വീട് എന്റെ ചോദിച്ചു. മോളുടെ വീട് എവിടെ? കോട്ടയം. അത്രേ ഉള്ളൂ. നമ്മള് കാര്യം പറയട്ടെ, നമ്മളിപ്പം നമ്മള് കോട്ടയംകാരെ അല്ലെ പത്തനംതിട്ടക്കാരെ പറയും, ഓ നിങ്ങളുടെ നാട്ടിൽ ഭയങ്കര സംസാരമൊക്കെ, നിങ്ങൾ എന്നാ പറഞ്ഞാൽ സംസാരം കൂടുതലാണ്. എന്നുവെച്ചാൽ കോട്ടയം പത്തനംതിട്ടയെന്ന് വിചാരിച്ച് നാട്ടുകാർ എല്ലാവരും വിചാരം ഉണ്ടല്ലോ, ബാക്കിയുള്ള ജില്ലക്കാർ വിചാരിക്കും ഉമ്മര് ഭയങ്കര സംസാരമാ, അങ്ങനെ ഇങ്ങനെ യുവാ തുറന്ന സംസാരമാ. നമ്മുടെ നാട്ടിൽ തന്നെ സംസാരിക്കത്തില്ലാത്തവരുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സംസാരിക്കാൻ. എനിക്ക് സംസാരിക്കുന്ന ഒരാളെ കൂട്ടുന്ന മീൻസ് നമ്മളിപ്പം ട്രെയിനിൽ പോവാ, കൂടെ ഒരാളുണ്ട്, ആ ഹലോ എവിടാ വീട്, ആ എവിടെ പോകുന്നേ, ഓക്കെ, പുള്ളി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ ആ ട്രെയിൻ യാത്ര ബോറിംഗ് ആയിട്ട് പോകും. കോട്ടയത്ത് എറണാകുളം വരെ ഞാൻ ഇവിടെ നിന്നാ വന്നേ, സമയം പോയതുപോലെ ഞങ്ങൾ അറിഞ്ഞില്ല, പെട്ടെന്ന് ഷടേന്ന് വന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ പുറകെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ അവരെ അവിടെ നിന്ന് ഇവിടെ വരെ നോക്കാൻ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞു ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. കാരണം വെച്ചാൽ എനിക്ക് കുഞ്ഞിലേ തൊട്ടേ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ 19-20 years ആവുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുപോലെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ടായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു മാസം കൊണ്ടായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഞാൻ ഇവന്റെ അവിടെ നിന്നപ്പോൾ ഞാൻ ഇവന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇവള് നല്ല ഫ്രണ്ട്ഷിപ്പ് മെറ്റീരിയൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മിനിക്കാൻ രാത്രി കൂടെ 3:30-4:00 ഇവിടെ ഇച്ചിരി പൊക്കി പറയണേ. ഞങ്ങള് മിനിക്കാൻ വെളുപ്പിനെ ഒരു 5 മണി ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഞങ്ങളുടെ കാരണം ഇവന്റെ വീട്ടിലിരിക്കുന്നു, രാത്രി പരിപാടിയൊന്നും ഇല്ല. അതെ സത്യം, ആവശ്യമായിട്ട് ഒരു കുറെ ഷൂട്ട് ഞങ്ങളുടെ പരിപാടി. ആ ഒരു ഫ്ലോറിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും താഴെ. അവിടെ കിടന്ന് കാർക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പിന്റെ അടുത്ത് മുന്നോട്ട് ആരും കൂടെ കയറുകയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് അങ്ങോട്ട് ചർച്ചയാ. ഞങ്ങൾ ക്യാമറ ഓൺ അതൊക്കെ ആവശ്യമില്ലാത്ത എന്നെ പറ്റി പറയാം. അല്ല ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം നീയുമായിട്ടാണെങ്കിലും ഞാൻ അധികം ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ആയത് ഫസ്റ്റ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നേ. അതെ, ഞാൻ ഇവിടെ മൊബൈലിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വാട്സപ്പ് വീഡിയോ കോൾ ചെയ്തപ്പോൾ കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിലും സംസാരിച്ചപ്പോഴാണെങ്കിലും എനിക്ക് എന്താ ഓട്ടോമാറ്റിക്കായിട്ടൊരു കണക്ഷൻ തോന്നി. അതാണ് ഞാനാണെങ്കിലും ഇപ്പോൾ ഇവനെ കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പാട്ടിട്ടാണെങ്കിലും തന്നെ കഴിച്ചിരുന്നില്ലേ രാവിലെ, അതാണ് ആ ഒരു എനിക്കൂടെ ആ ഒരു ബോണ്ട് തോന്നി. ഞാൻ എന്നിട്ട് ഇവരുടെയൊക്കെ പറയുന്നത് ബി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പറ്റിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴും ഇത് മാത്രം ഷോർട്സ് ആയിട്ട് ഷോർട്സ് ആയിട്ട് കട്ട് ചെയ്തത്. റോഷനെ പറ്റിയുള്ള
നിന്റെ ഒരു അഭിപ്രായം? പാഷൻ ബ്രോ എന്ന് പറഞ്ഞു അവനെ പോലെ ഇല്ല, ഞാൻ ഫസ്റ്റ് കമ്പനി ആവുന്നത് ഷെബിൻ, അതിനുശേഷമാണ് ഞാൻ റോഷൻ, അഞ്ജു, ദിക്രുചേട്ടൻ, ഇവരെല്ലായിട്ടും യദു, ഇവരെല്ലാം. പക്ഷെ അവിടെ പെട്ടെന്ന് കമ്പനി രണ്ടുപേരാ, റോഷനും യദു. ഇവൻ ഞാൻ ഇവന്റെ അടുത്ത് എന്തടാ ഇത്, ഇവനെ പറ്റി ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ കറക്റ്റ് ഇവനെ പറ്റി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എന്താ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. രാത്രി ഞാൻ നിന്റെ വീട്ടിൽ കിടന്നിട്ട് ഇല്ല, ഇവൻ ഭയങ്കര ഭാവ. താങ്ക് യു. എന്തുവാ കൂട്ടത്തിലെ പൂക്കിയാണ് ഗൈസ്, പൂക്കി. ഈ കാണുന്ന റോഷനൊന്നല്ല, ഇവനൊരു പൂക്കിയാണ്. ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക, ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിന്റെ ആത്മാവിനെ വരെ വലിച്ചെടുക്കും ആ പാട്ടിലൂടെ. മടുക്ക് നമ്മളത് കേട്ട് കേട്ട്. പക്ഷെ എന്താ പറയുന്നത്, എനിക്ക് തോന്നി മീൻസ് നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. ഏകദേശം ഒരു വേവ് ലെങ്താ. എനിക്ക് ഇഷ്ടമാണ്. ഇന്നലെ രാത്രി ഒന്നും വരാൻ കടന്നുറങ്ങി എന്നെ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോ കാണാറുണ്ട് രാത്രി മുട്ടക്കറി വെച്ചു കൊടുക്കുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മുട്ടക്കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ വെക്കാൻ അറിയത്തില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യണം. അവർ രാത്രി വാട്സപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയും പഠിപ്പിച്ചു തരുന്നതായിരിക്കും എങ്ങനെ മുട്ട, പ്രത്യേകിച്ച് എബ്രോഡ് ഉള്ളവർ. ഓക്കെ, ഞാൻ മറ്റേ ഇന്റർവ്യൂല് കാറ്റായിരിക്കും ഇവന്റെ മുട്ടക്കറി. മുട്ടക്കറി വന്നിട്ട് ചോറിഞ്ഞ തെറ്റിപ്പോ രാത്രി ഉറക്കത്തില്ല. മുട്ടക്കറി വെക്കുക, സവാള അരിഞ്ഞു. ഇല്ല, ഞാൻ പറയട്ടെ, ഫ്രണ്ട്ഷിപ്പ് പേപ്പറിലാണ് പറഞ്ഞോണ്ടിരുന്നത്. എന്നെ പിടിച്ച് എന്റെ കഴിഞ്ഞ് ഇത്ര എന്നെ കുറിച്ച്